നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലം തമാശകളുടെ കൂടി കാലമാണ്. ചില ചാവേറുകളെ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഈ ട്രെയിൻ ചാടാൻ പോണവൻ അല്ലെങ്കിൽ അട വയ്ക്കാൻ പോകുന്നവൻ വരുന്ന ട്രെയിൻ ഇനി വന്ദേ ഭാരത് ആണോ ജനശതാബ്ദി ആണോ പരശുരാമാണോ നോക്കേണ്ട കാര്യമില്ല, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, തല വയ്ക്കാൻ പോവാണ്. അങ്ങനെ തല വെച്ച ചില സ്ഥാനാർത്ഥികളും നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ ഒരു 9-on-6 കിളി പറന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം കൊണ്ട് ബോധ്യപ്പെട്ടത്. കാര്യം താൻ എന്തായിരുന്നാലും അടയാവും അല്ലെങ്കിൽ കട്ടപ്പുറത്താവും എന്നുള്ള കാര്യം 100% നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്നിട്ട് എല്ലാവരും വല്ല കാര്യവനുണ്ടോ എന്നുള്ള രീതിയിൽ കോൺഗ്രസ് തളിപ്പറമ്പിലേക്ക് തീരുമാനിച്ച മുഹമ്മദ് റഷീദും, തളിപ്പറമ്പിൽ അപ്രതീക്ഷിതമായിട്ട് CPM-ൽ നിന്ന് തന്നെ TK ഗോവിന്ദൻ മാഷ് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടത്തെ സീറ്റില്ല, നേരെ അടുത്തടുത്തേക്ക് പോയിക്കോ. അങ്ങനെ ഒറ്റത്തട്ട് നേരെ ധർമ്മടത്ത് ചെന്ന് വീണു. ധർമ്മടത്ത് ചെന്ന് വീണതിന് ശേഷം ഒരു ചാവേറടിക്കുന്ന ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരുടെ മനോനില അല്ലെങ്കിൽ മാനസികാവസ്ഥ കാണുമ്പോഴത്തേക്കാണ് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ യൗവന്മാരെന്നുള്ള കാര്യം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാമെങ്കിലും ആ മഹാന്റെ വാചകം ഒന്ന് കേട്ടെ. നിങ്ങളിവിടെ കാണുന്ന ഈ ആവേശം കണ്ട് ഇത് ധർമ്മടത്തിന്റെ വികാരമാണ്, അലയടിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതത്തോടു കൂടിയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി വന്നിറങ്ങിയത് മുതൽ ഇവിടുത്തെ പാർട്ടിയുടെ നേതാക്കന്മാരും മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും. ഇന്ന് വൈകുന്നേരം ചക്കരക്കല്ലിൽ ഒരു വലിയ റോഡ് ഷോയാണ്. അതായത് ധർമ്മട ഇളകി മറിയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പ്രതിഫലനം, തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ പ്രതിഫലനം ഈ ധർമ്മടത്തുണ്ടാകും. ഒരു തർക്കമില്ല, ക്യാപ്റ്റൻ ഈ പോരാട്ടത്തിനകത്ത് ധർമ്മട മണ്ഡലത്തിൽ ക്ലീൻ ബൗൾഡായി ഇവിടെ തോൽക്കും എന്ന കാര്യത്തിനകത്ത് യാതൊരു തർക്കമില്ല. പിണറായി വിജയനെ ഞാൻ ക്ലീൻ ബൗൾഡ് ആക്കും അത്രയും. നല്ല ആ കട്ടിലിൽ കിടന്ന് സ്വപ്നം കാണുമ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് നടന്നാൽ മതിയായിരുന്നു കേട്ടോ. രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴേ ഒരു സ്വപ്നത്തിലെങ്കിലും ഇങ്ങനെ നടന്നാൽ മതിയായിരുന്നു. പക്ഷേ ഓരോരുത്തർ അടിക്കുന്ന ഡയലോഗ് ക്യാപ്റ്റനെ ക്ലീൻ ബൗൾഡ് ആക്കാൻ വരികയാണ്. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ചട്ടം പിയാറെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഐറ്റം പുതിയതാണ്. ഇറക്കുമതി ചെയ്യുന്ന ഐറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീര കശിറാണ്. ഇതിനുശേഷം ഇനി ചികിത്സയ്ക്ക് വല്ല കൊണ്ടുപോകുന്നതാണ് അറിയാനുള്ളത്. കാര്യം അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ അവസ്ഥയാണ്. ആ മൃഗത്തിന് എന്ത് തിരിച്ചറിവ് എന്ന് പറയുന്ന പോലെ എനിക്ക് എവിടെയെങ്കിലും എത്തി മത്സരിക്കണമെന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് നേതാക്കന്മാരുടെ പിന്നാലെ നടക്കുമ്പോൾ ഒരു ചാവേറിന് കിട്ടി, ഇന്നടുത്തൊരാൾ വേണം. കഴിഞ്ഞ തവണ ധർമ്മടത്ത് മത്സരിച്ച C രഘുനാഥ് ഇന്നിപ്പോ BJP ക്യാമ്പിലാണ്. കാര്യം അവിടെ മത്സരിക്കാൻ ആളെ കിട്ടാത്തൊരവസ്ഥ. അങ്ങനെ വന്നപ്പോൾ ആളെ തപ്പി നടക്കുകയായിരുന്നു. ഇത്രയും ദിവസം പല ഗീർവാണങ്ങളായിരുന്നു. ഷാഫി വരും, മാങ്ങാട്ടി വരും, ധർമ്മടത്ത് മത്സരിക്കാൻ ആര് ഭയപ്പെടുന്നു എന്നൊക്കെ ഡയലോഗാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ധർമ്മടത്ത് മത്സരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരൊറ്റ നേതാക്കന്മാർ തയ്യാറല്ല. ഡയലോഗ് അടിക്ക് അല്ലെങ്കിൽ ക്യാമറകൾ മുന്നിലെ വാചക കസരത്തിന് ഒരു കുറവുമില്ല. അങ്ങനെയാണ് ഒരു നേർച്ചക്കോഴിയെ കണ്ടെത്തിയത്. ആ നേർച്ചക്കോഴിയുടെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഡയലോഗ്. ഈ കോലും പിടിച്ചുകൊണ്ട് എവൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നവന്മാരെയൊക്കെ മാനസികാവസ്ഥ സമ്മതിച്ചോടും. കാര്യം എന്തായിരുന്നാലും നേർച്ചക്കോഴിയായി മാറിക്കഴിഞ്ഞു. ഇവൻ കട്ടപ്പുറത്താകാൻ പോവാണ്. അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ ഡയലോഗ് അടിക്കാനൊക്കെ മയക്കം പിടിച്ച് നിന്നു കൊടുക്കണതിൻ്റെയൊക്കെ ആ ജോലി എന്ന് പറയുന്ന അതിൻ്റെയൊക്കെ ഒരു പരിതാപകരമായ അവസ്ഥ ആലോചിച്ച് ചിരിക്കാനല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്.